അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം 12ാം ദിവസത്തിൽ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ പുഴയിറങ്ങി തിരച്ചിൽ നടത്തുന്നു. മൽപെ പുഴയിലിറങ്ങിയത് 5ലേറെ തവണ. നദിയിൽ അടിയൊഴുക്ക് ശക്തം. വെളിപ്പെടുത്തലുമായി CPIM നേതാവ് CKP പത്മനാഭൻ. താൻ വിഭാഗീയതയുടെ ഇര, ഒരു തെറ്റും ചെയ്തിട്ടില്ല. 15 തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. TPയെ കൊന്നവരുടെ ഉദ്ദേശം സഫലമായില്ല. ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ മാതൃകാപരമായ നടപടി വേണമെന്നും പത്മനാഭൻ. കശ്മീരിൽ പാക് സായുധ സംഘവും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ. നുഴഞ്ഞുകയറ്റക്കാരനെ സൈന്യം വധിച്ചു. ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ സൈനികന് വീരമൃത്യു. മേജറടക്കം 4 പേർക്ക് പരിക്ക്. നീതി ആയോഗ് പിരിച്ചുവിടണമെന്ന് മമതാ ബാനർജി. മൈക്ക് ഓഫാക്കിയതിൽ പ്രതിഷേധിച്ച് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. 5 മിനിറ്റ് മാത്രമാണ് സംസാരിക്കാൻ അനുവദിച്ചതെന്ന് മമത. നീതി ആയോഗ് യോഗം ബഹിഷ്കരിച്ച് ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർ. കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് രമേശ് ചെന്നിത്തല. എല്ലാവരും ഒരുമിച്ച് നീങ്ങേണ്ട സമയമാണിത്. കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ചെന്നിത്തല. പാർട്ടി പ്രവർത്തകർക്ക് വേദനയുണ്ടാക്കുന്ന പരാമർശം തന്നിൽ നിന്നുണ്ടാകില്ലെന്ന് VD സതീശൻ. പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാക്കർ ഫൈനലിൽ. ഒളിമ്പിക്സിൽ 2 സ്വർണവുമായി ചൈന മുന്നിൽ. പുരുഷ ഹോക്കിയിലും ടെന്നീസ് ഡബിൾസിലും ഇന്ത്യയ്ക്ക് ഇന്ന് മത്സരം.